പൊന്നാനി അഴിമുഖം മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് വരെ നീണ്ടുകിടക്കുന്ന 13 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള കടലോര മേഖലയുള്ള നിയമസഭാ മണ്ഡലമാണ് പൊന്നാനി. ഓരോ മൺസൂൺ കാലവും തീരദേശവാസികൾക്ക് കടലിരമ്പം കൊണ്ട് നെഞ്ചിടിപ്പേറിയ നാളുകൾ ഇന്ന് ഓർമ്മയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം പൊന്നാനി നഗരസഭയുടെ തീരദേശത്ത് 10.46 കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും ആയതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയുമാണ്. കൂടാതെ പുതുപൊന്നാനി അബൂ ഹുറൈറ പള്ളിക്ക് സമീപം 1 കോടി രൂപ ചെലവിൽ കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചു. MES കോളേജിന് പിൻവശം 35 ലക്ഷം രൂപ ചെലവിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ പണി ഇതിനകം കഴിഞ്ഞു. മുല്ല റോഡിൽ ജിയോ ബാഗ് സ്ഥാപിക്കാൻ 16 ലക്ഷമാണ് ചെലവഴിച്ചത്. പാലപ്പെട്ടി ജുമാ മസ്ജിദിന് സമീപം കടൽഭിത്തി നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പുതുപൊന്നാനി അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാൻ 31 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊന്നാനിയിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ടെട്രാപോഡ് കടൽഭിത്തി സംവിധാനവും വിഭാവനം ചെയ്തിട്ടുണ്ട്. കടലോര മേഖലയ്ക്കകത്ത് ഉള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു പുറമെ കടൽഭിത്തിയുടെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുറിഞ്ഞഴിക്കകത്തുള്ള കടൽഭിത്തിയുടെ പ്രവൃത്തിക്ക് ആവശ്യമായ ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയാണ് അവിടെ പുതിയ രൂപത്തിലേക്കുള്ള മത്സ്യഗ്രാമത്തിന്റെ മറ്റൊരു പദ്ധതി കൂടി പുതുപൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വൈകാതെ തന്നെ ആരംഭിക്കാൻ നമുക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധങ്ങൾ ആശ്വാസ പദ്ധതികൾക്ക് പുറമെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ മത്സ്യത്തൊഴിലാളികളെയും അവിടുത്തെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. പുനർഗേഹം പദ്ധതി 128 ഫ്ളാറ്റുകളുടെ പ്രവൃത്തി ആദ്യം കഴിഞ്ഞു. 100 ഫ്ളാറ്റുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവർക്ക് അവിടുത്തെ വെള്ളം ശുദ്ധീകരിക്കാൻ ആവശ്യമായ നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യമേഖലയ്ക്കകത്തുള്ള മറ്റു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മത്സ്യഗ്രാമ പദ്ധതി. അതിന് 7.5 കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ബഡ്ജറ്റിനകത്തും ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിയിൽ വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതി മറ്റു രൂപത്തിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നാനിയിലെ തീരദേശത്ത് പതിറ്റാണ്ടുകളായുള്ള പ്രതിഭാസമാണ് കടലേറ്റം. കടൽ ക്രമേണ കരകയറി വരികയും കരഭൂമി കടലെടുക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണിത്. അതിനാൽ തന്നെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ കടലോര നിവാസികൾ പലരും സുരക്ഷയില്ലാതെ വസിക്കുന്ന സ്ഥിതി സംജാതമായിരുന്നു. ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായും സാമൂഹ്യവുമായും മറികടക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർഗേഹം. ഇതനുസരിച്ച് പുതിയ ഭൂമി വാങ്ങാനും ഭവനം നിർമ്മിക്കാനും ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപയാണ് സർക്കാർ നൽകിയത്. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ 128 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഭവന സമുച്ചയം നിർമ്മിച്ച് പുനരധിവസിപ്പിച്ചത് സമാനതകളില്ലാത്ത തൊഴിലാളി വർഗ വികസന കാഴ്ചപ്പാടിന്റെ മകുടോദാഹരണമാണ്. കൂടാതെ വിവിധയിടങ്ങളിലായി 193 കുടുംബങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ചു കഴിഞ്ഞു. 269 കുടുംബങ്ങൾ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. 77 കുടുംബങ്ങൾ ഭവന നിർമ്മാണം സമാരംഭിച്ചിട്ടുണ്ട്. 1000-ഓളം കുടുംബങ്ങളാണ് ഈ സാന്ത്വന സ്നേഹ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. കൂടാതെ 14 കോടി 80 ലക്ഷം രൂപ ചെലവഴിച്ച് ഫിഷിംഗ് ഹാർബർ പരിസരത്ത് തന്നെ നിർമ്മിക്കുന്ന മത്സ്യത്തൊഴിലാളി ഭവന സമുച്ചയത്തിന്റെ 2ാം ഘട്ടത്തിൽ 100 കുടുംബങ്ങൾക്ക് കൂടി പുനരധിവാസം ഉറപ്പാക്കും. കൂടാതെ 31 ലക്ഷം രൂപ ചെലവഴിച്ച് പൊന്നാനി ഹിളർപള്ളി റോഡിന്റെ നവീകരണവും 1 കോടി 16.50 ലക്ഷം ചെലവഴിച്ച പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അമ്പലം ബീച്ച് മുതൽ അല്ലായി ബീച്ച് റോഡ് നിർമ്മാണവും 75 ലക്ഷം രൂപ ചെലവഴിച്ച് വെളിയങ്കോട് പഞ്ചായത്തിലെ ബീവിപ്പടി ബീച്ച് നിർമ്മാണവും 1 കോടി 47 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി കോടതിപ്പടി മുതൽ പഴയ ജങ്കാർ റോഡിലേക്ക് പോകുന്ന ഭാഗം നവീകരിച്ചതും വെളിയങ്കോട് പഞ്ചായത്തിലെ കിണർ മുതൽ ഫിഷറീസ് റോഡ് നവീകരിക്കാൻ 1 കോടി 4 ലക്ഷം രൂപ ചെലവഴിച്ചതും വെളിയങ്കോട് പഞ്ചായത്തിലെ തന്നെ 13.50 ലക്ഷം രൂപ ചെലവിൽ ഇകെ നായനാർ റോഡ് നിർമ്മിച്ചതും സർദാർ റോഡിന് 21 ലക്ഷം ചെലവഴിച്ച് നവീകരിച്ചതുമെല്ലാം തീരജനതയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ്. പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ ആധുനികവൽക്കരണത്തിനായി 36.73 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കിയത്. 17 കോടിയോളം രൂപ ചെലവിൽ ആധുനികവൽക്കരണവും മെയിന്റനൻസ് ഡ്രഡ്ജിംഗിനായി 6.37 കോടിയുടെയും പദ്ധതികളാണ് ഇതുവഴി നടപ്പാക്കുന്നത്. പുതിയ വാർഫ്, ലേലഹാൾ, പാർക്കിംഗ് ഏരിയ, കവേർഡ് ലോഡിംഗ് ഏരിയ, ലോ ലെവൽ ജെട്ടി നിർമ്മാണം, പെറ്റി ഷോപ്പുകൾ,
വിശ്രമ കേന്ദ്രങ്ങൾ, റോഡ് നിർമ്മാണം, കാന്റീൻ കെട്ടിടം, വർക്ക്ഷോപ്പ് കെട്ടിടം, വലനെയ്യൽ കേന്ദ്രം, ഗ്രീൻ ബെൽറ്റ് തുടങ്ങിയ വിവിധ പദ്ധതികൾ ആധുനികവൽക്കരണത്തിൽ ഉൾപ്പെടും.